അന്ധകാരമാണല്ലോ, ഇതൊന്നും കാണാൻ മേല. ഈ വീട്ടിലെന്നും ഒരു പൊന്നോ മേല. എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ നല്ല മ്യൂസിക്കിന്റെ സൈനൊക്കെ ഇട്ടിട്ടുള്ളത് അവരുടെ പാട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ഇവളെ എന്നും വെരി ഗുഡ്. ഇന്ന് എൻ്റെ നാത്തൂൻ അങ്ങ് UK വെക്കേഷൻ വരുന്നുണ്ട്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയിലോട്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം ട്രാവൽസിൽ കസിൻസ് എല്ലാം കൂടിയാണ് പോയത്. ഞങ്ങളൊരു വൈകിട്ട് 11 ആയപ്പോൾ പോയേ. ലൈവ് സ്ട്രീമിംഗ് എടുക്കാം. അവള് മൂടിയിരിക്കുക, നിന്നെ കാണിക്കൂടി. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. ആദ്യം പാട്ടിൽ തുടങ്ങി, പിന്നെ നൃത്യങ്ങളായിരുന്നു. നാത്തൂൻ്റെ പേര് അഞ്ജലി എന്നാണ്. അവളവിടെ നേഴ്സാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞാണ് വരുന്നത്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. ഇവരൊക്കെ ആയിരുന്നു എന്തോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയായിരുന്നു. സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ഒരു ഫ്രൂട്ട്സ് കടയുടെ അവിടെ. എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല, നമ്മൾ കുറച്ച് പേരെ ഇറങ്ങിയുള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടി, ലാൽ ഹോളിഡേയ്സ്. നമ്മുടെ സ്വന്തം വണ്ടിയാണ്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇറങ്ങിയില്ല, എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ല, ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കോഫി കുടിക്കാൻ കയറിയപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വണ്ടി. ഞാൻ ഇവിടുത്തെ കാണാൻ പറ്റുമെന്ന്, വെറും വ്യാമോഹം. ഇടയ്ക്ക് അവൾ ഫോൺ ചെയ്തു, അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ പോയി. എനിക്കൊന്നും കാണാനില്ല. വണ്ടി വണ്ടി ആരിത്? അങ്ങോട്ട് പോയപ്പോൾ 1 കിലോ അതൊക്കെ ഞങ്ങള് രണ്ടും നോക്ക് നോക്ക്. എന്നാടി വായിക്കടി, വല്ല മനസ്സിലായത് എനിക്ക്? എന്തുവാ സെയിം ഡ്രസ്. അങ്ങനെ തിരിച്ചു പോരുവാണ്. കുറെ നേരം അവളോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി. യോ കാണിക്കുന്ന ആരാന്നറിയോ? മുമ്പേ മുഖം പൊത്തിയിരുന്നാൾ, അതും എൻ്റെ നാത്തൂൻ തന്നെയാണ്. അങ്ങനെ ഡാൻസ് ഒക്കെ തുടങ്ങി. പിന്നെ ഭയങ്കര പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിരുന്നു. നമ്മൾ കൂടുമ്പോഴെല്ലാം അങ്ങനെ കേട്ടോ, ഭയങ്കര ഡാൻസും പാട്ടും അന്താക്ഷരികളിയും ഒക്കെയാണ്. വന്ന കുട്ടിക്ക് നല്ല ക്ഷീണമാണെന്ന് പറഞ്ഞെങ്കിലും അവള് ഞങ്ങളെക്കാൾ കൂടുതൽ ഡാൻസ് കളിച്ച അവളാണ്. 1 വർഷം എല്ലാവരും കാണാഞ്ഞതിൻ്റെ ഒക്കെ ഒറ്റയടിക്ക് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു തോന്നുന്നു. എന്നെ കൊന്നു കിട്ടിച്ചേട്ടൻ. നമ്മൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയായിരുന്നു, അതൊന്നും എടുത്തില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുന്നേ. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നേരം ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. മുന്നിൽ ഇരുന്ന് അത്രയ്ക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ മുന്നിലോട്ട് ഇങ്ങനെ പോകുന്ന ചേട്ടൻ്റെ കൂടെ അങ്ങ് അവിടെ ഇരുന്നു. പുറകെ എല്ലാവരും കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. നമ്മളങ്ങനെ ഒരു രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഇത് കഴിഞ്ഞ് നമ്മളൊരു ട്രിപ്പൊക്കെ പോയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്.